quasi-static adiabatic process. Quasi-static process എന്ന് പറയുന്നത് വളരെ ഇൻഫിനിറ്റെസിമൽ ആയിട്ട് ഒരു സിസ്റ്റം നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുന്ന വളരെ മെല്ലെയുള്ള പ്രോസസ്സിനെ ക്വാസി സ്റ്റാറ്റിക് എന്ന് ഉദ്ദേശിക്കും. സോ അഡിയാബാറ്റിക് പ്രോസസ് എന്താണെന്ന് നമ്മൾക്കറിയാം. ഇറ്റ് ഈസ് എൻ ഐസൊലേറ്റഡ് പ്രോസസ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാസി സ്റ്റാറ്റിക് അഡിയാബാറ്റിക് പ്രോസസ്. അപ്പോൾ എന്താണ് ക്വാസി സ്റ്റാറ്റിക് അഡിയാബാറ്റിക് പ്രോസസ്? നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയാം. ദാറ്റ് ഈസ് dq equal to du plus pdv. This is the first law of thermodynamics. അതായത് dq, heat given to the system, du, internal energy, change in internal energy, pdv, external work. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇതിൽ du എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതൊരു എക്സ്ട്രാ വർക്ക് നടത്തില്ല. അപ്പം ഇന്റേണൽ എനർജി ചേഞ്ചിനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ഡി യു ഈക്വൽ ടു സി വി ഡി ടി എന്നാണ്. ഓക്കെ, എം സി വി ഡി ടി ഇവിടെ M1 ആയിട്ട് എടുക്കും. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഡി ക്യു ഈക്വൽ ടു സി വി ഡി ടി പ്ലസ് പി ഡി വി. ഇതാണ് ഇക്വേഷൻ 3. ഇനി ഇതുപോലെ നമുക്കറിയാം മേയേഴ്സ് റിലേഷൻ. മേയേഴ്സ് റിലേഷൻ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ദിസ് ഈസ് മേയേഴ്സ് റിലേഷൻ. സി പി സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, സി വി സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ദെൻ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ സി വി എന്തായിരിക്കും? സി വി ഈക്വൽ ടു എന്താണ് വരിക? ദാറ്റ് ഈസ് സി പി മൈനസ് ആർ എന്നായിരിക്കും. ഓക്കെ, ദിസ് ഈസ് സി വി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇവിടെ ഉണ്ടാവുന്ന ഈ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 3, ഇക്വേഷൻ 3യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then equation becomes dq equal to ഈ cv ക്ക് പകരം എന്ത് കൊടുക്കണം? cp മൈനസ് r into dt. okay, then plus pdv. that is equation number 6. okay, equation number 6. then dq equals cp minus r dt plus pdv. this is equation number 6. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, dq എന്ന് പറയുന്നത് cp minus r dt എന്നുള്ളതാണ്. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, that is pv equal to rt. equation 7. nRT, n equal to 1 mole എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുന്നു. ഇനി ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈക്വൽ ടു ആർ ഡി ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 8. ഓക്കെ, അപ്പോൾ പി ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു ആർ ഡി ടി. ഇനി ഇക്വേഷൻ 6 നോക്കുക. അതായത് ഇക്വേഷൻ 6 എന്ന് പറയുന്നത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇങ്ങനെ കിട്ടുക. ദാറ്റ് ഈസ് dq ഈക്വൽ ടു cp dt മൈനസ് r dt പ്ലസ് pdv. ഓക്കെ, ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. ഇനി ആർ ഡി ടി നമുക്ക് മാറ്റണം. ആർ ഡി ടി ഇവിടെ വാല്യൂ ഇതാണ്, ആർ ഡി ടി. then equation 8 substituted in 8 in 9. അതായത് ഈ വാല്യൂ
ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ആർ ഡി ടി. ഇപ്പൊ എന്താ വരിക? ഡി ക്യൂ ഈക്വൽ ടു സി പി ഡി ടി. ഇവിടെ മൈനസ് ഉണ്ട്, അപ്പൊ ഇത് രണ്ടിനും മൈനസ് വരും. അതായത് മൈനസ് പി ഡി വി മൈനസ് പി ഡി പി പ്ലസ് പി ഡി വി എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 10. ഇവിടെ നോക്കുക, ഈ പ്ലസ് പി ഡി വിയും മൈനസ് പി ഡി വി അല്ലെ, ഇത് രണ്ടും എന്താ ക്യാൻസൽ ചെയ്തു, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. Then equation become dq equal to cp dt minus vdp. That is equation number 11. അപ്പം ഈ ഇക്വേഷൻ 3 ഉം 11 ഉം എന്താണ് വ്യത്യാസം? അതായത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻ ടേംസ് ഓഫ് cv, അതാണ് ഇക്വേഷൻ 3 കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻ ടേംസ് ഓഫ് cp. ഓക്കേ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ 3 അതുപോലെ തന്നെ ഇക്വേഷൻ 11 ഞാൻ ഇത് ഡിവൈഡ് ചെയ്യുന്നു. അതിനു മുമ്പ് ഒരു കണ്ടീഷൻ കൂടി. സോ ദ പ്രോസസ് ഈസ് അഡിയാബാറ്റിക് പ്രോസസ്, which means the total heat content of the system is constant. So adiabatic means Q constant down, constant. That means dq equal to 0. So this condition is applied to equation 3. ഇതിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ 0 എന്ന് വരും. ഇവിടെ 0 എന്ന് വരുമ്പോൾ ഇത് എനിക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് equation 3 become 0 equal to cv dt plus pdv. That is equation number 12. Similarly, equation 11 become 0 equal to cp dt minus vdp. That is equation number 13. Okay, quasi static adiabatic process ne kurichana nammal parayunnathu. First law of thermodynamics, first law of thermodynamics nammal ivda ezhuthi kayyu, dq equal to du plus pdv. Then du, that is cv dt. Equation 2 at the substitute, that is dq equal cv dt plus pdv. That is equation number 3. According to Mayer's relation, cp minus cv equal to r. That is equation number 4. That is cv equal cp minus r. That is equation number 5. So 5 is substituted in 3. That is e value cv യുടെ ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then become dq equal to cp minus r dt plus pdv. That is equation number 6. This is ideal gas equation. PV equal to RT. Differentiate PdV plus VdP equal to RT. That is equation number 8. So equation 6 become, so ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോം, that is dq equal cp dt minus r dt plus pdv. That is equation number 9. So equation 8 substituted in 9, that is ഈ r dt ക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. That is dq equal to cp dt minus pdv minus vdp plus pdv. So minus pdv plus pdv cancel. That is equation number 10. Then dq equal cp dt minus pdp. That is equation number 11. In adiabatic means q constant, that is dq equal to 0. Then equation 3 become, this equation become 0 equal to cv dt plus pdv. Similarly, equation 11 become
0 equal to Cp dt minus V dt. That is equation number 13. Quasi-static adiabatic process equation 12 ഞാൻ ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. That is 0 equal to Cv dt plus Pdv. അതുപോലെ equation 13 ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് 0 equal to Cp dt minus V dt. That is equation 13. ഇനി equation 12 നെ ഒന്ന് മാറ്റി എഴുതുന്നു. ഇത് ഇപ്പുറത്തേക്ക് എടുക്കും. എന്താ പറയുക? That is Cv dt equal to minus Pdv. ഈ മൈനസ് ഇവിടെ കൂടെ രണ്ടു കണക്ക് തന്നെയാണ്. ഇതിൽ ഇവിടെ എഴുതാം, ഇതിൽ ഇവിടെ എഴുതാം. That is equation number 14. അതുപോലെ ഇതൊന്നും അറിയാതെയും ചെയ്യുന്നു. Cp dt equal to V dt. That is equation number 15. കാരണം ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പുറം വരുന്ന സമയത്ത് പ്ലസ് ആകും. പക്ഷേ ഇവിടെ പ്ലസ് ഉള്ളത് കൊണ്ട് ഒരു ഭാഗത്ത് മൈനസ് ഉണ്ട്. Equation 15 divided by 16. Sorry, 15 divided by 14. That is Cp dt, okay, divided by Cv dt equal to minus Pdv by V dt. That is equation number 16. This Cp dt by Cv dt equal to minus Pdv by Pdp. That is equation number 16. Then we know that gamma specific heat ratio എന്ന് പറയുന്നത് എന്താ? Cp by Cv ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാം dt അല്ലേ? ഇവിടെ ഇത് നമ്മൾ ക്യാൻസൽ ആവും. പിന്നെ Cp by Cv എന്ന് പറഞ്ഞാൽ എന്താ? ഗാമ. That is gamma equal to minus Pdv by Vdp. That is equation number 18. ഇനി Pdp ഇത് ഇവിടുത്തെ നോക്കുന്നു. That is minus P divided by dP. കാരണം P ആയി ബന്ധപ്പെടുന്ന പ്രഷറുമായി ബന്ധപ്പെടുന്ന ടേം ഒരു ഭാഗത്ത്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? So dV താഴേക്ക് വരും, V മുകളിലേക്ക് വരും. That is V divided by dV. That is equation number 19. ഇവിടെ ഗാമയുണ്ട്. This is gamma. This is V. This is dV equal minus P by dP. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഗാമ കോൺസ്റ്റന്റ് ആണ്, log V എന്ന് വരിക ഈക്വൽ ടു ഓക്കെ മൈനസ് log P. പിന്നെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ട്. ഇനി ഇത് ഇപ്പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഗാമ log V പ്ലസ് log P ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം log A പ്ലസ് log B എന്ന് പറഞ്ഞാൽ A ഇൻറ്റു P ആണ്. അപ്പോൾ ഗാമ log V എന്ന് പറയുന്നത് V റേസ് ടു ഗാമ എന്നുള്ള വരും. സോ ദിസ് ബിക്കം PV raised to gamma is a constant. PV raised to gamma is a constant. This is gamma. P is the pressure, V is the volume, and gamma is specific heat ratio. Okay. So PV raised to gamma is a constant. This is the equation for quasi-static adiabatic process. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ്റെ ഒറിജിനൽ ഫോം. ഇങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് ക്വാസി സ്റ്റാറ്റിക് അഡിയാബാറ്റിക് പ്രോസസ്. അതിൻ്റെ ജനറൽ ഇക്വേഷനാണിത്. ഓക്കെ. അപ്പം ഈ ഡെറിവേഷൻ നന്നായിട്ട് എഴുതി പഠിക്കുക. കാരണം ഇതിൻ്റെ ഡെറിവേഷൻ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്.